ഹലോ, ഓണമൊക്കെ വരികയല്ലേ. നമുക്ക് സദ്യ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ പിക്കിൾ ഉണ്ടാക്കിയാലോ? ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായി കുക്ക് ചെയ്യുമ്പോൾ പറയാം കേട്ടോ എന്തൊക്കെയാണെന്ന്. ഡേറ്റ്സ് നന്നായി കഴുകിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല അടികട്ടിയുള്ള ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായി ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കിയെടുക്കാം. നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കണം, കാരണം ഇത് കരിയാൻ പാടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാലും കരിയാൻ പാടില്ല. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി നന്നായി തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് കേട്ടോ, വലിയ വെളുത്തുള്ളിയൊക്കെ. അതിനുശേഷം 3 പച്ചമുളക് അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ആയി വരണം. അതുവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇതിന് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ അതൊക്കെ എടുത്ത് വെക്കണേ. കാരണം ഇത് കഴിഞ്ഞ് പൊടികൾ ഇടുന്നത് പെട്ടെന്ന് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇപ്പോൾ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടത്. എരിവുള്ളതാണെങ്കിൽ 1 സ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കണേ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലിപ്പോൾ ഞാനൊരു 3/4 ഗ്ലാസ് വിനിഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കാരണം പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വിനീഗറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ആ വിനീഗറിൻ്റെ പുളിയൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മൊത്തം 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. എൻ്റെ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അതിപ്പോൾ 1/2 ഗ്ലാസ് ആയിട്ട് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ വറ്റി വരുമല്ലോ, അതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറിക്കൊണ്ടിരിക്കും, കാരണം ഒന്ന് തിക്കായി വരും. കാരണം ഈ ഡേറ്റ്സൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം, നല്ല മിക്സായി നന്നായി എല്ലാം ഒന്ന് ഉടഞ്ഞൊരു ക്രീമി രൂപത്തിലാണ് കേട്ടോ വരുന്നത്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 ഗ്ലാസ് ആയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കുറേ പ്രാവശ്യമായിട്ട് വെള്ളം തോന്നുന്നത് കേട്ടോ. കാരണം ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ 2 ദിവസം മുമ്പ് ലെമൺ ഉണ്ടല്ലോ, അത് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് സ്റ്റീം എടുത്തിട്ട് 4ആയി കട്ട് ചെയ്ത് കുറച്ച് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഒരു കുപ്പിയിലാക്കി വെച്ചതാണേ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ലെമണിന് ഇപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ച് നന്നായി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ലെമണും ഡേറ്റ്സും ഒക്കെ ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 1/2 ഗ്ലാസും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ, കാരണം ലെമണിനും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു മണമൊക്കെ ആകാൻ വേണ്ടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജാഗിരി
പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ജാഗരിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ഫ്ലേവറും ടേസ്റ്റിനും വേണ്ടി. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നാളെയാണ് കേട്ടോ ഇനി കുപ്പിയിലാക്കണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ